ഉമ്മൻചാണ്ടിനെയും അച്യുതാനന്ദനെയും കമ്പയർ ചെയ്യുന്ന വീഡിയോകൾ ഇങ്ങനെ കണ്ടു, പോസ്റ്റുകളും കണ്ടു. ഒരു കാര്യം പറയട്ടെ, കമ്പയർ ചെയ്യാൻ പറ്റില്ല. ഈ പ്രിവിലേജ്ഡും അൺപ്രിവിലേജ്ഡും ആയിട്ടുള്ള വ്യത്യാസമുണ്ട്. മനസ്സിലായില്ലെങ്കിൽ തെളിച്ചു പറയാം. ഉമ്മൻചാണ്ടിയുടെ ജനനവും ജീവിതവും മരണം, അദ്ദേഹത്തിന്റെ ചുറ്റുപാടും. അച്യുതാനന്ദന്റെ ജനനം, ജീവിതം, മരണം, അദ്ദേഹത്തിന്റെ ചുറ്റുപാടും തമ്മിലുള്ള വ്യത്യാസമാണ് ഇവർ തമ്മിലുള്ള വ്യത്യാസം. ആ വ്യത്യാസം ആനയും ഉറുമ്പും പോലെയുള്ള വ്യത്യാസമുണ്ട്. മനസ്സിലായോ? മോനെ നിന്റെ വീഡിയോ കണ്ട്, പക്ഷെ ഈ താരതമ്യത്തിന്റെ മാനദണ്ഡം ശരിയല്ല. അച്യുതാനന്ദൻ നേരത്തെ ജനിച്ചുപോയി, അയാളുടെ ചുറ്റുപാടുകൾ ഭയങ്കര ശോചനീയ അവസ്ഥയിലായിരുന്നു, അതുകൊണ്ട് പുള്ളി അതുല്യനാണെന്ന് പറയുന്നത്. അങ്ങനെയാണോ അവിടെ മാനദണ്ഡം? അങ്ങനെയാണോ മാനദണ്ഡം അല്ലെങ്കിൽ താരതമ്യം ചെയ്യുന്നത്? അദ്ദേഹത്തിന്റെ ഭരണകാലത്ത് കേരളത്തിൽ എന്തെങ്കിലും നേട്ടങ്ങളുണ്ടായോ? അദ്ദേഹത്തിന്റെ ഭരണകാലത്ത് ജനങ്ങൾക്ക് എന്തെങ്കിലും പ്രയോജനം ഉണ്ടായോ? ഒന്നും ഉണ്ടായിട്ടില്ല. ഉമ്മൻചാണ്ടിയുടെ ഭരണകാലത്തുണ്ടായ വികസന നേട്ടങ്ങളുടെ പേരിലും അദ്ദേഹം ചെയ്ത സഹായങ്ങളുടെ പേരിലുമാണ് അദ്ദേഹം ജനകീയനായിട്ട് അടയാളപ്പെടുത്തുന്നത്. അന്ന് അദ്ദേഹത്തെ വേട്ടയാടി മാധ്യമങ്ങൾ ഒന്നടങ്കം. അയാൾ ജീവിച്ചിരുന്നപ്പോൾ വേട്ടയാടി. VS ഏതെങ്കിലും കാലത്ത് മാധ്യമങ്ങൾ വേട്ടയാടിയിട്ടുണ്ടോ? ഇല്ല. അങ്ങനെ മാധ്യമങ്ങൾ വേട്ടയാടാത്തതുകൊണ്ടാണ് അയാൾക്ക് അതുല്യ ബിംബം ഇപ്പോഴത്തെ കുട്ടികളുടെ മനസ്സിൽ പോലും ഇയാൾ എന്തോ സംഭവമായിട്ട് വരുന്നത്. അല്ലെങ്കിൽ സ്വന്തം നാട്ടിൽ, സ്വന്തം വീടുൾപ്പെടുന്ന സ്വന്തം മണ്ഡലത്തിൽ 2 വട്ടം തോറ്റുപോയ ആളാണ് VS അച്യുതാനന്ദൻ. 65 തോറ്റു, 77 തോറ്റു, പിന്നീട് 96 തോറ്റു. ഇതെല്ലാം ആലപ്പുഴ ജില്ലയിലാണ്. സ്വന്തം നാട്ടിൽ പലവട്ടം തോറ്റ ഒരാളെയാണ് നിങ്ങൾ ജനകീയൻ എന്ന് പറയുന്നത്. ഇടതുകോട്ടയായ പുതുപ്പള്ളിയിൽ വന്നിട്ട് ആ മണ്ഡലം പിടിച്ചെടുത്ത് അവസാനം വരെ ആ മണ്ഡലത്തിന്റെ പ്രതിനിധിയായി തുടരുകയും ജനലക്ഷങ്ങൾക്ക് സഹായം ചെയ്യുകയും അതിന്റെ പേരിൽ പിൽക്കാലത്ത് ജനകീയനായി അറിയപ്പെടുകയും ചെയ്യുന്ന ഉമ്മൻചാണ്ടിയെ VSുമായിട്ട് താരതമ്യം ചെയ്യരുത്. ഉമ്മൻചാണ്ടി അതുല്യ ജനകീയതയുടെ പര്യായമാണ്. അയാൾ ജീവിച്ചിരുന്നപ്പോൾ മാധ്യമങ്ങൾ വേട്ടയാടുകയായിരുന്നു. VSനെ പോലെ PR വർക്കൊന്നും അദ്ദേഹത്തിനില്ലായിരുന്നു. അയാളെ വേട്ടയാടിയ ചരിത്രമേ ഉണ്ടായിട്ടുള്ളൂ. അയാളുടെ നന്മ ജനം തിരിച്ചറിഞ്ഞത് മരണത്തിന് ശേഷമായിപ്പോയി. അതുകൊണ്ടാണ് VS ജനകീയനാണെന്നൊക്കെ പലർക്കും തോന്നുന്നത്. അല്ലാതെ നോക്കിക്കഴിഞ്ഞാൽ, ഭരണം വിലയിരുത്തി കഴിഞ്ഞാൽ VS വട്ടപൂജ്യവും ഉമ്മൻചാണ്ടി അയാളെക്കാൾ 100 മടങ്ങ് മുകളിൽ നിൽക്കുന്ന ആളുമാണ്. മനസ്സിലായോ? എന്നിട്ടും മോന് മനസ്സിലാകുന്നില്ലെങ്കിൽ ഒരു കാര്യം മാത്രം പരിശോധിച്ചാൽ മതി. ആ വിലാപയാത്രയിൽ ഉടനീളം ആരെങ്കിലും ഒരു മനുഷ്യൻ, ഏതെങ്കിലും ഒരു മനുഷ്യൻ വന്നിട്ട് കണ്ണീരണിഞ്ഞുകൊണ്ട്, ഹൃദയം തകർന്നുകൊണ്ട് ഈ മനുഷ്യൻ എന്നെ സഹായിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടോ എന്ന് നോക്കുക. ഉമ്മൻചാണ്ടിയുടെ സമയത്ത് അദ്ദേഹത്തിന്റെ വിലാപയാത്ര നടക്കുമ്പോൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ എന്ന് നോക്കുക. അപ്പോൾ മോൻ മനസ്സിലാകും ആരാണ് ജനങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ടവനായതെന്ന്. ഓക്കെ.